Hi students, welcome to first year chemistry class, some basic concept of chemistry. അതിനുമുമ്പ് നമുക്ക് എന്താണ് കെമിസ്ട്രി, എന്താണ് സയൻസ് എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് സയൻസ്? ഒരു ലാറ്റിൻ പദമായ സയൻഷ്യ എന്ന വാക്കിൽ നിന്നാണ് സയൻസ് രൂപം കൊണ്ടിരിക്കുന്നത്. Scientia meaning knowledge. Science is a knowledge gained from using observation and experiments to describe and explain the world around us. നമുക്കറിയാം, നോളജ് എന്ന് പറയുന്നത് ആരും നൂലെ കെട്ടി ഇങ്ങ് തരുന്നതല്ല. അനേക വർഷത്തെ സയന്റിസ്റ്റുകളുടെ പഠനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും എല്ലാം ഫലമായിട്ടാണ് നോളജ് ഉണ്ടാകുന്നത്. അതായത് അനേക വർഷത്തെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ഉണ്ടാകുന്ന ഉരുത്തിരിയുന്ന സനാതന സത്യങ്ങളാണ് സയൻസ്. All scientists observe things, try to explain their observations, and then conduct experiments to test their ideas. ആദ്യം നിരീക്ഷിക്കുന്നു, നിരീക്ഷണത്തിലൂടെ പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ അവരുണ്ടാകുന്നു. പക്ഷേ ഈ കൺസെപ്റ്റുകൾ നേരെ അങ്ങ് പറയാൻ സാധിക്കത്തില്ല. അതെല്ലാം പ്രൂവ് ചെയ്യണം, മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ എക്സ്പെരിമെന്റ് നടത്തി പ്രൂവ് ചെയ്യണം. അങ്ങനെ പലതരത്തിലുള്ള പ്യൂരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞ് മാത്രമേ അതൊരു സയന്റിഫിക് അല്ലെങ്കിൽ സയൻസ് നോളജ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. സയന്റിഫിക് മെത്തേഡ് ഇൻക്ലൂഡ്സ് മെനി സ്റ്റെപ്സ്. മേക്ക് ആൻ ഒബ്സർവേഷൻ, develop an idea about why it happens, think of experiments to test the ideas. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് predict what will happen in the experiments. Next step, observe what actually happens. ഇതെല്ലാം പറഞ്ഞു വെച്ചു. പക്ഷേ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ എന്താണ് ശരിയായ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അടുത്ത സ്റ്റെപ്പ്, മോഡിഫൈ ഐഡിയാസ് ഇഫ് പ്രഡിക്ഷൻസ് വേർ റോങ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഇതും എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ കിട്ടണമെന്നില്ല. അന്നേരം അതിന്റെ ഐഡിയാസ് മോഡിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ തിരിച്ചു തന്നെ പോവുകയാണ്, തിങ്ക് ഓഫ് എക്സ്പെരിമെന്റ്സ് ടു ടെസ്റ്റ് ദ ഐഡിയാസ്. അത് പിന്നെയും തെളിയിക്കണം. അങ്ങനെ പല സ്റ്റെപ്പുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻസ് പ്ലസ് ഇനീഷ്യൽ ഡേറ്റ കളക്ഷൻ ലീഡിംഗ് ടു എ ക്വസ്റ്റ്യൻ. ഹൈപ്പോത്തസിസ്, സാങ്കല്പിക സിദ്ധാന്തം. ഈ സാങ്കല്പിക സിദ്ധാന്തം നമ്മൾ തെളിയിച്ചെടുക്കണം. ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഇന്റർപ്രറ്റ് റിസൾട്ട് പ്ലസ് റിവൈസ് ഹൈപ്പോത്തസിസ് ഇഫ് നെസസറി, സ്റ്റേറ്റ് കൺക്ലൂഷൻ. സയന്റിഫിക് മെത്തേഡിന് പലതരത്തിലുള്ള സ്റ്റെപ്പുകളാണ്. പല നിരീക്ഷണങ്ങൾ, പല പരീക്ഷണങ്ങൾ, അവസാനം ഉണ്ടായി കിട്ടുന്ന ആ സനാതന സത്യമാണ്, അബ്സല്യൂട്ട് ട്രൂത്ത് ആണ് സയൻസ് എന്ന് പറയുന്നത്. അതൊരു ഫിക്ഷനോ കാൽപ്പനികതയോ ഒന്നുമല്ല സയൻസ് എന്ന് പറയുന്നത്. സം ഹൈപ്പോത്തസിസ് ക്യാൻ ബി ടെസ്റ്റ് ബൈ മേക്കിംഗ് ഒബ്സർവേഷൻസ്. Others can be tested by building a model and relating it to a real life situation. Science is a systematic enterprise that builds and organizes knowledge in the form of testable explanations and predictions about the universe. പ്രപഞ്ചത്തെ നോക്കിയാണ്. In an older and closely related meaning, science also refers to a body of knowledge itself, of the type that can be rationally explained and reliably applied. A practitioner of science is known as a scientist. എന്താണ് സയന്റിസ്റ്റ്? ആരാണ് സയന്റിസ്റ്റ്? A practitioner of science is known as a scientist. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ COVID-19 അതിനെ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ നിലനിൽക്കുന്നത്. A practitioner of science is known as a scientist. Where do scientists work? A chemist ആണെങ്കിൽ a chemist studies chemical substance such as plastics, metals and food. അങ്ങനെയുള്ള പലതിനെ പറ്റിയും കെമിസ്റ്റ് സ്റ്റഡി ചെയ്യുന്നു. Can students be scientists? Yes, we can. നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആണ്. സയൻസ് സ്റ്റുഡൻസ് എല്ലാവരും സയന്റിസ്റ്റ് ആകാൻ വിളിക്കപ്പെട്ടവർ തന്നെയാണ്. പരിശ്രമിച്ചാൽ നമുക്ക് നല്ല സയന്റിസ്റ്റുകളാകാം.
നമ്മൾ കെമിസ്ട്രിയിലേക്ക് കടക്കുകയാണ്. എന്താണ് കെമിസ്ട്രി? ഒരു കെമിസ്ട്രി സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് കെമിസ്ട്രി? കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ചേഞ്ച് ഓഫ് മാറ്റർ. കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ. എന്തിന്റെയൊക്കെ കാര്യങ്ങളാണ്? സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ചേഞ്ച് ഓഫ് മാറ്റർ. കെമിസ്ട്രിയുടെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ബൈ 1000 BC ancient civilizations were applying different branches of chemistry. നമുക്കറിയാം പ്രാചീന കാലത്ത് ശിലായുഗമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് ലോഹയുഗമായി മാറി. ഇരുമ്പ് യുഗം, അതുപോലെ തന്നെ ബ്രോൺസ്, അങ്ങനെയുള്ള പല പല ലോഹങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ. ഈ ലോഹങ്ങളുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്തായിരുന്നു? അതൊക്കെ നമ്മുടെ സയൻസിന്റെ ഒരു നാഴിക കല്ലുകളായിരുന്നു. എക്സാമ്പിൾസ് ആർ പ്യൂരിഫൈങ് ആൻഡ് എക്സ്ട്രാക്ടിങ് മെറ്റൽസ്, ഡൈയിങ് ക്ലോത്ത്സ്, മെറ്റീരിയൽസ്, fermentation of wine, cosmetic, painting, medicine, food making and making alloys. ഇതെല്ലാം നമ്മുടെ സയൻസിന്റെ നാഴികക്കല്ലുകളാണ്. പണ്ടത്തെ കാലത്ത് ആൽക്കമിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആൽക്കമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ സ്വർണം എങ്ങനെ ഉണ്ടാക്കാം. പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് അറിയാം, ചീപ്പായിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ നമുക്കറിയാം, മെറ്റൽസ് ഒക്കെ. ആ മെറ്റൽസിനെ എങ്ങനെ ഏറ്റവും നോബിൾസ്, വില കൂടിയ ഗോൾഡ് ആക്കി മാറ്റാം എന്നുള്ള ചിലര് അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് ആൽക്കമിസ്റ്റുകൾ. ആൽക്കമി ഈസ് എ പ്രാക്ടീസ് അസോസിയേറ്റഡ് വിത്ത് മിസ്റ്റിസം ആൻഡ് proto science. People were looking for methods for finding cheaper ways of making gold and finding miraculous cure for disease during ancient European times. പുരാതന കാലത്ത് alchemists, also known as gold cooks, believed to have powers that science can explain. Gold cook എന്ന് അവർ അറിയപ്പെടുന്നു ആൽക്കമിസ്റ്റുകൾ. ഇനി കെമിസ്ട്രിയുടെ ബ്രാഞ്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി. ഏതിനെ പറ്റിയാണ് പഠിക്കുന്നത് അതനുസരിച്ചാണ് ബ്രാഞ്ചസ് പറയുന്നത്. നമ്മുടെ +1 +2 ഈ മിക്ക ഈ കെമിസ്ട്രിയുടെ ബ്രാഞ്ചസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. അതായത് കെമിസ്ട്രിയുടെ കുറച്ച് ഫണ്ടമെന്റൽസ് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. നമുക്കറിയാം മനുഷ്യൻ എപ്പോഴും പ്രകൃതിയിലേക്ക് കണ്ണുനട്ടായിരിക്കുന്നത് അല്ലെ. Man has always been curious about the changes taking place in the surroundings, and this curiosity led him to study, observe and experiment with the changes taking place. മനുഷ്യൻ അങ്ങനെ ആയിരിക്കണം, പ്രകൃതിയിലെ മാറ്റങ്ങൾ എല്ലാം ഒബ്സർവ് ചെയ്യണം. When these observations are systematically arranged, it is called as science. However, it is quite difficult to wrap up the definition of chemistry in just one line. പക്ഷെ നമുക്ക് കെമിസ്ട്രിയെ പറ്റി പറയാം. കെമിസ്ട്രിയുടെ ഒരു ഡെഫിനിഷൻ പറയാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയണം, കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ഇന്ററാക്ഷൻ ഓഫ് മാറ്റർ. നമുക്കന്നേരം പൊതുവെ അങ്ങ് പറയാം, എളുപ്പത്തിൽ പറയാം, കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ. ഓക്കെ, കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ. നമ്മുടെ ഡെയിലി ലൈഫിൽ കെമിസ്ട്രി എങ്ങനെയാണ്? നമുക്ക് പല ഉപയോഗങ്ങളാണ് കെമിസ്ട്രി വെച്ച്. കമ്പ്യൂട്ടർ ചിപ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈലി പ്യൂരിഫൈഡ് എലമെന്റ് സിലിക്കൺ that is chemically modified at the microscopic level, both in chemical composition and in spatial organization. അതുപോലെ different chemical composition of atmosphere make different weather at different places on the earth. For example, higher concentration of oxides of sulfur and nitrogen in atmosphere causes acid rain. പലതരത്തിലുള്ള പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കും ഈ കെമിക്കൽസ് കാരണമാകുന്നുണ്ട്. ആസിഡ് റെയിൻ പ്രകൃതിയിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലുള്ള സൾഫറിന്റെയും നൈട്രജന്റെയും ഓക്സൈഡുമായിട്ട് വെള്ളം, മഴ പെയ്യുമ്പോൾ വെള്ളം ഉണ്ടാകുന്നില്ലേ, ആ വെള്ളം കലരുമ്പോൾ അത് ആസിഡ്
നേച്ചറുള്ള ലിക്വിഡായി മാറുന്നു. അതാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ അഭിമാനമാണ് താജ്മഹൽ. ഈ താജ്മഹലിന്റെ കളറ് നല്ല മാർബിൾ കളർ, ആ കളർ മങ്ങുവാണ്. അതിന് കാരണം എന്താണ്? ആ പ്രദേശത്തുള്ള ഫാക്ടറീസിൽ നിന്നൊക്കെ പുറപ്പെടുന്ന ഈ ഇങ്ങനത്തെ കെമിക്കൽസുമായിട്ട് കൂടിച്ചേർന്ന് മഴ എന്ത് വരുന്നു? ആസിഡ് റെയിൻ ഉണ്ടാകും. ആ ആസിഡ് റെയിൻ മാർബിളിലേക്ക് വീഴുമ്പോൾ അത് ആ കളർ മങ്ങുന്നു. അന്നേരം ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സിമിലർലി ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലീഡ് ടു എക്സ്ട്രീം വെദർ ഇവന്റ്സ് സച്ച് ആസ് ഫ്ലഡിങ്, ഹൈ വിൻഡ് ആൻഡ് സ്ട്രോം. അങ്ങനെയുള്ള ഇന്ന് നമ്മൾ പല തരത്തിലുള്ള പ്രളയം, അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളെ അഭിമുഖീകരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഇതിനെല്ലാം കാരണം പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. Even in our brain, nitric oxide acts as a messenger compound in the transmission of brain waves. നമ്മുടെ തലച്ചോറിലെ കാര്യമാണ് പറയുന്നത്. നൈട്രിക് ഓക്സൈഡ് അത് മെസ്സഞ്ചർ ആയിട്ട് ആണ് അത് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻ ഇമ്മ്യൂൺ സിസ്റ്റം ഇറ്റ് സ്ലോ ഡൗൺ ദ ഗ്രോത്ത് ഓഫ് ട്യൂമർ സെൽസ്. ഹിയർ പ്രോസസ് ഓഫ് ബയോകെമിക്കൽ പ്രോസസ് ആർ ഇമ്പോർട്ടൻറ്റ്. പലതരത്തിലുള്ള കെമിക്കൽസിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്. കെമിസ്ട്രി ഫോർ അവർ ഡെയിലി ഡൊമസ്റ്റിക് യൂസ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പലതരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? പണ്ടത്തെ കാലത്തൊക്കെ കുളിക്കാൻ വേണ്ടി പയർ പൊടി, താളിപ്പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് സോപ്പില്ലാത്തൊരു കാര്യം ഓർക്കാനേ പാടില്ല. അതുപോലെ തന്നെ മെഡിസിൻ്റെ കാര്യത്തിനകത്താണേലും ഒരു പനി വന്നാൽ പെട്ടെന്ന് നമ്മൾ പാരസെറ്റമോളാണ് ഓർക്കുന്നത്, അല്ലേ? അന്നേരം ഇതെല്ലാം കെമിക്കൽസ് ആണ്. Preservatives like sodium benzoate and sodium metabisulfate for better preservation of food. അതുപോലെ insecticide and pesticides like DDT, Gamaxin, etc. are helpful for crop protection. അതുപോലെ തന്നെ അടുത്താണ് product of domestic consumption like soap, cosmetics, oils, perfumes, etc. are outcomes of chemical synthesis. Healthcare product, skin cream, soap contain chemical compounds. Similarly, disinfectants and germicide also contain chemical compounds. ഇതെല്ലാം കെമിക്കൽ കോമ്പൗണ്ട്സ് അടങ്ങിയിരിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഡെയിലി ലൈഫിനകത്ത് കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരാതന കാലത്ത് മനുഷ്യർക്ക് 4 ഏൻഷ്യൻ എലിമെന്റ്സിനെ പറ്റി അറിയത്തുള്ളായിരുന്നു. എർത്ത്, എയർ, ഫയർ, വാട്ടർ. ഇത്രയും കാര്യമേ അവർക്ക് അറിയത്തുള്ളായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിയെല്ലാം മാറി. There are currently 118 elements ഉണ്ട്. That have been identified through only 88 of them are naturally occurring. നമുക്ക് പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പീരിയോഡിക് ടേബിളിനകത്ത് 1 തൊട്ട് ആറ്റോമിക് നമ്പർ 1 തൊട്ട് 118 വരെയുള്ള എലമെന്റ്സിനെ അതിൻ്റെ ആറ്റോമിക് നമ്പർ അനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതായത് ആറ്റോമിക് നമ്പർ 1 ആയ ഹൈഡ്രജൻ തൊട്ട് 118ാമത്തെ എലമെന്റ് ആയ ഓർഗാനിസം വരെയുള്ള എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ടേബിളാണ് പീരിയോഡിക് ടേബിൾ. നമുക്കിവിടെ നിങ്ങൾ മനസ്സിലാക്കണം, 118 എലമെന്റ്സ് ആണ് ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ എലമെന്റ്സിനെ നമ്മൾ സിമ്പിൾസ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി 1 or 2 ലെറ്റേഴ്സ്. അതായത് ഇപ്പം കാർബൺ ആണെങ്കിൽ സി എന്ന സിമ്പിൾ വെച്ച് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. കാൽസ്യം ആണെങ്കിൽ CA. യൂഷ്വലി ടേക്കൺ ഫ്രം ദ നെയിം ഓഫ് ദ എലമെന്റ്. കാൽസ്യത്തിന്റെ ആദ്യത്തെ 2 ഇത് CA. അതുപോലെ ഹൈഡ്രജൻ H, അയഡിൻ I, ഓക്സിജൻ O, ക്ലോറിൻ Cl. യൂഷ്വലി 1 or 2 ലെറ്റേഴ്സ് വെച്ചാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കൊണ്ടാണ് കെമിക്കൽ സിമ്പിൾസ് ആയിട്ട് ഉപയോഗിക്കുന്നു. എലമെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 118 എലമെന്റ്സ് നമ്മൾ പീരിയോഡിക് ടേബിളിനകത്തുണ്ടെന്ന് പറഞ്ഞു. എലമെന്റ്സ് ആർ എ പ്യുവർ സബ്സ്റ്റൻസ് മെയ്ഡ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ, ഹാസ് ഡെഫിനിറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ദ സെയിം ഓൾ ത്രൂ ഔട്ട്. Elements are the simplest pure substance ആണ്. They cannot be broken down into simpler substance without losing their identity. നമ്മുടെ എർത്തിലെ എലമെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ് ഓക്സിജൻ ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ്, 46.6%. നമുക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഓക്സിജൻ. 46.6% ആണ് ഓക്സിജന്റെ അളവ്. സിലിക്കൺ ഇസ് എ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ്, 27.7% ആണ്. അലൂമിനിയം 8.1%, അയൺ 5%,
calcium, sodium, potassium and magnesium complete the list of elements that account for approximately 98.5% of the total mass of the earth crust. എർത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്, 46.6%. സെക്കൻഡ് മോസ്റ്റ് സിലിക്കൺ, തേർഡ് വൺ അലൂമിനിയം ആണ്. ഇനി പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എലമെന്റ്സ് ഇൻ ദ യൂണിവേഴ്സ്. ഇൻ അവർ യൂണിവേഴ്സ് ഹൈഡ്രജൻ മേക്കപ്പ് 75% ഓഫ് ഓൾ മാറ്റർ. ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ. ഹീലിയം മേക്സ് അപ്പ് അബൌട്ട് 20%, with oxygen being the third most abundant element. യൂണിവേഴ്സിലേക്ക് എലമെന്റ്സിനെ പറ്റിയൊക്കെ വന്നിട്ട് ധാരണ വേണം. ചിലപ്പം വല്ല ക്വിസൊക്കെ നടക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കാം. എന്നിട്ട് ഓർത്തിരിക്കുക, യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ. ഹൈഡ്രജൻ മേക്കപ്പ് 75% ഓഫ് ഓൾ മാറ്റർ. The smallest particle of an element that has the properties of the element is called an atom. ഏറ്റവും ചെറിയ ആളിനെ പറ്റി ഇപ്പം നമ്മൾ പഠിക്കുന്നത് ആറ്റം. ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് ദാറ്റ് ഹാസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്. എലമെന്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസ് ഉള്ള ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഇത് ഇൻഡിവിസിബിൾ ആണ്. ആറ്റമോസ് എന്നുള്ള പദത്തിൽ നിന്നാണ്, അതായത് അർത്ഥം ഇൻഡിവിസിബിൾ എന്നാണ്. ഇൻഡിവിസിബിൾ, വിഭജിക്കാൻ സാധിക്കത്തില്ല. ഇനി ആറ്റംസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. ബിൽഡിംഗ് ബ്ലോക്ക് ആണ് മാറ്ററിന്റെ. Atoms of the same element are alike. Atoms of different elements are different. ഒരുപോലെയുള്ള അല്ല, ഒരുപോലെയാണ്. പലതരത്തിലുള്ള ആറ്റം ആണെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ആറ്റത്തെ പറ്റി നമുക്ക് പറയാം. ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് വിച്ച് മേ ഓർ മേ നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇസ് കോൾഡ് ആൻ ആറ്റം. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ നോട്ട് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. അത് കമ്പൈൻ ചെയ്തേ നിൽക്കത്തുള്ളൂ. ഇനി helium, neon and argon have a independent existence. ഇത് ഹീലിയം, നിയോൺ, ആർഗൺ നമുക്കറിയാം നോബിൾ ഗ്യാസ് അല്ലേ. മോളിക്യൂൾ എന്താണ് മോളിക്യൂൾ? ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇസ് കോൾഡ് മോളിക്യൂൾ. മോളിക്യൂൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹോമോ ആറ്റോമിക് മോളിക്യൂളും ഹെട്രോ ആറ്റോമിക് മോളിക്യൂളും. ഹോമോ ആറ്റോമിക് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുന്നത് H2N2, അതായത് രണ്ട് ആറ്റങ്ങൾ സെയിം ആണ്. ഹെട്രോ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ H2O, അതായത് H2O മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത് രണ്ട് ടൈപ്പ് ആറ്റം. ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും കൊണ്ടാണ്. ആറ്റംസ് ഓഫ് ദ ഡിഫറെന്റ് എലമെന്റ്സ്. ഇതെല്ലാമാണ് മോളിക്യൂൾസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ആറ്റത്തെ പറ്റി ഡാൾട്ടൺ എന്ന സയന്റിസ്റ്റ് 1808 ഒരു തിയറി കൊണ്ടുവന്നായിരുന്നു. അതാണ് ഡാൾട്ടൺസ് തിയറി. Matter consists of indivisible atoms. All the atoms of the given elements have identical properties, including identical mass. Atoms of different elements, different mass. Compounds are formed when atoms of different elements combine in fixed ratio. അതായത് ഗ്ലൂക്കോസ് ഒരു കോമ്പൗണ്ടാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അവ ഒരു ഫിക്സഡ് റേഷ്യോയ്ക്കകത്ത് ഫോം ചെയ്തുകൊണ്ടാണത് ഒരു കോമ്പൗണ്ട് ആയിരിക്കുന്നത്. ഫിക്സഡ് റേഷ്യോ. അതുപോലെ തന്നെ H2O ഒരു കോമ്പൗണ്ടാണ്. H2O എങ്ങനെയാണ്? അതും ഒരു ഹൈഡ്രജനും ഓക്സിജനും കൂടെ ഫിക്സഡ് റേഷ്യോയ്ക്കകത്ത് ഫോം ചെയ്തിരിക്കുന്നു. കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റെക്കഗ്നൈസേഷൻ ഓഫ് ആറ്റംസ്. ദീസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി പറയുന്നത് മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. Matter consists of indivisible atoms. Atoms indivisible meaning atomos meaning indivisible എന്നാണ് ആറ്റത്തെ പറ്റി പറയാവുന്നത്. ആറ്റം മേക്കപ്പ് ഓഫ് ദ ടൈനി പാർട്ടിക്കിൾസ്. അതായത് ആറ്റംസ് നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കണികളായ പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺസ് കൊണ്ടാണ്. ആറ്റത്തിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂടി ചേർന്നാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ സ്ഥിതി ചെയ്യുന്നു. സെൻട്രോ അതിന്റെ ചാർജ് പോസിറ്റീവാണ്. ഇലക്ട്രോൺസ് ആ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു. അതാണ് ആറ്റത്തിന്റെ ഒരു ഷേപ്പിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആറ്റം നിങ്ങളുടെ മനസ്സിലോർത്തിരിക്കണം, ആറ്റം ഏതൊക്കെ പാർട്ടിക്കിൾസ് കൊണ്ടാണ്, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. Okay.
ഒരു സിമ്പിൾ എഴുതുകയാണെങ്കിൽ ആറ്റോമിക് നമ്പറും ആറ്റോമിക് മാസും വെച്ച് എഴുതുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആറ്റോമിക് സിമ്പിളാണ് എക്സ്. നമ്മളൊരു ജനറൽ ആയിട്ട് പറയാം കേട്ടോ. ഇവിടെ എ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ആറ്റോമിക് മാസിനെയാണ്. ഈ ഇസഡ് എന്ന് സൂചിപ്പിക്കുന്ന ആറ്റോമിക് നമ്പറിനെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹീലിയത്തിൻ്റെ സിമ്പിളാണ് He. ഹീലിയത്തിൻ്റെ മാസ് നമ്പർ 4, ആറ്റോമിക് നമ്പർ 2. ദ ആറ്റോമിക് മാസ് ഇസ് ദ മാസ് ഓഫ് ആൻ ആറ്റം. ഇനി ഇവിടെ നമ്മളിവിടെ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു പൊതുവായിട്ട് പറയുന്നതാണ്. ഒരു കെമിക്കൽ സിമ്പിൾ, ഇപ്പം ഹീലിയം എടുക്കുകയാണെങ്കിൽ ഹീലിയത്തിൻ്റെ ആറ്റോമിക് മാസ്സാണ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത്, ആറ്റോമിക് നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മുകളിൽ തന്നിരിക്കുന്നത് ആറ്റോമിക് മാസും താഴെ തന്നിരിക്കുന്നത് ആറ്റോമിക് നമ്പറുമാണെന്ന്. ഓക്കെ. കെമിക്കലിലെ സിമ്പിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ പല മെറ്റൽസും ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നാണ്. ലാറ്റിൻ പദം ഗോൾഡ് AU എന്നാണ് അതിൻ്റെ സിമ്പിൾ. ഗോൾഡിൻ്റെ സിമ്പിളാണ് AU. നമുക്ക് അത് മനസ്സിലാക്കിയിരിക്കണം. AURUM ഒരു ലാറ്റിൻ പദമാണ്. അതുപോലെ സിൽവർ AG, അയൺ FE, ഫെറം എന്നാണ് അതിൻ്റെ ഇത്. ഫെറം എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്ന് മെർക്കുറി HG. ഇതൊക്കെ പേരിൽ നിന്ന് തന്നെ നേരെ കിട്ടുന്നതല്ല കേട്ടോ, അത് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കെമിക്കൽ സിമ്പിള് അതിൻ്റെ പേരിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. എന്നാൽ പേരിൽ നിന്നല്ലാതെ ലാറ്റിൻ പദത്തിൽ നിന്ന് എടുക്കുന്നതാണ് ഗോൾഡ്. ഗോൾഡിൻ്റെ AU, സിൽവർ AG, അയൺ FE, മെർക്കുറി HG. ഇതെല്ലാം ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നതാണ്. നമ്മളിനി കെമിസ്ട്രിയിലേക്ക് കിടക്കുകയാണ്. കെമിസ്ട്രി ഇസ് എ സ്റ്റഡി ഓഫ് മാറ്റർ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അന്നേരം നമുക്ക് എന്താണ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ടേക്ക് അപ്പ് സ്പേസ്. എനിത്തിങ് ദാറ്റ് ക്യാൻ ടേക്ക് അപ്പ് സ്പേസ്. അങ്ങനെയുള്ള വസ്തുവിനെയാണ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയുന്നത്. എനിത്തിങ് ദാറ്റ് occupies, possess mass and can be felt by one or more our sense is matter. മാറ്ററിനെ പറ്റിയുള്ള ഡെഫിനിഷനാണ് എനിത്തിങ് that occupies, possess mass and can be felt by one or more of our sense is matter. നമുക്ക് മാറ്ററിനെ ഒന്ന് ക്ലാസിഫിക്കേഷൻ നടത്താൻ പോവാണ്. പല പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? മെയിൻ ആയിട്ടുള്ള 2 പ്രോപ്പർട്ടിയാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടി മാറ്റർ ഹാഡ് ബീൻ ഡിവൈഡഡ് ഇൻടു 3 types: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡും ലിക്വിഡും ഗ്യാസുമായിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് മാറ്ററിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മാറ്റർ, ഇറ്റ്സ് കോമ്പോസിഷൻ, ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ദ ചേഞ്ച് which it undergoes in composition as well as in energy during various process. അന്നേരം സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസ് അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ വ്യത്യാസങ്ങളാണ്. അതനുസരിച്ച് നമ്മൾ മാറ്ററിനെ 3 ആയിട്ട് തിരിച്ചിരിക്കുകയാണ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നോക്കിക്കേ, സോളിഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ പാർട്ടിക്കിൾസ് ടൈറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ലിക്വിഡ് ലൂസാണ്. ഗ്യാസ് ദൂരത്താണ് ഗ്യാസ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 states ഓഫ് മാറ്റർ: സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസ്. നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. സോളിഡ്, ലിക്വിഡ്, സോളിഡിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് അല്ലേ? ലിക്വിഡ്, ഗ്യാസാണ് അത് ആവിയായിട്ട് പോകുന്ന പോലെ കാണിച്ചിരിക്കുന്നത്. സോളിഡ്സ് ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് വോളിയം. എന്തായിരിക്കും കാരണം? അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ നേച്ചർ ആയിരിക്കും. അടിങ്ങിയാണ് ഇരിക്കുന്നത് അല്ലേ പാർട്ടിക്കിൾ. അതുകൊണ്ടാണ് അതിന് ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. നമുക്ക് എക്സാമ്പിളാണ്, പലതരത്തിലുള്ള സോളിഡ്സിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ പറയാം, വേറെയും അനേകം എക്സാമ്പിൾസ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം സോളിഡ്സ് എന്നാൽ എന്തെന്നുള്ളത്. സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ടൈറ്റ്ലി പാക്ഡ് ആണ്. അതുപോലെ വൈബ്രേറ്റ് എഗെയിൻസ്റ്റ് വൺ അനദർ, ഡു നോട്ട് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഈ പാർട്ടിക്കിൾസിന് തോന്നിയപടി ഒന്നും ഓടി നടക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഡു നോട്ട് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ലിക്വിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പം ഒരു ഗ്ലാസ് പാല് നിങ്ങൾക്ക് കാണാം. പാലിൻ്റെ ഷേപ്പ് നമുക്ക് പറയാം ആ ഗ്ലാസിൻ്റെ ഷേപ്പ് അനുസരിച്ചാന്ന് പറയാം അല്ലേ?
അത് ഏത് വെസലിലാണോ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ആ വെസലിന്റെ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ ലിക്വിഡിന്റെ ഷേപ്പ് പറയുന്നത്. നോ ഡെഫിനിറ്റ് ഷേപ്പ്, നോ ഡെഫിനിറ്റ് വോളിയം. നോ ഷേപ്പ് ഇല്ല, പക്ഷെ ഡെഫിനിറ്റ് വോളിയം ഉണ്ട് ലിക്വിഡ്സിന്. പാർട്ടിക്കിൾസ് ഓഫ് എ ലിക്വിഡ് ക്ലോസ് ടുഗദർ. എന്നാൽ നിങ്ങൾ സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് സോളിഡ് പാർട്ടിക്കിളിന്റെ അത്രയും ക്ലോസ്ഡ് അല്ല ഈ പാർട്ടിക്കിൾസ്. വൈബ്രേറ്റ് പാസ്റ്റ് വൺ അനദർ, ലിറ്റിൽ മൂവ്മെന്റ്, കുറച്ചൊക്കെ മൂവ്മെന്റ് ഈ പാർട്ടിക്കിൾ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇനി ഗ്യാസിനെ പറ്റി പറയുകയാണെങ്കിൽ നോ ഡെഫിനിറ്റ് ഷേപ്പ്, നോ ഡെഫിനിറ്റ് വോളിയം. വോളിയം കറക്റ്റ് അല്ല, ഷേപ്പും കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. നോ ഡെഫിനിറ്റ് ഷേപ്പ്, നോ ഡെഫിനിറ്റ് വോളിയം ഗ്യാസ്. അതുകൊണ്ട് ഗ്യാസിലെ പാർട്ടിക്കിൾസ് ആർ നോട്ട് ക്ലോസ് ടുഗദർ, വെരി സ്പ്രെഡ് ഔട്ട് ആൻഡ് വൈബ്രേറ്റ് ഫ്രീലി പാസ്റ്റ് വൺ അനദർ. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം, ലിക്വിഡ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് ആൻഡ് വോളിയം നോ ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡിനകത്ത് ഓർക്കുക, ഗ്യാസിനകത്ത് നോ ഡെഫിനിറ്റ് ഷേപ്പ് ഓർ നോ ഡെഫിനിറ്റ് വോളിയം. ഇപ്പം നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ചാണ് മൂന്നായിട്ട് മാറ്റുന്നത്, തിരിച്ച് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നമുക്ക് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അനുസരിച്ച് നമുക്ക് മാറ്ററിനെ രണ്ടായിട്ട് തിരിക്കാം. മിക്സ്ചറും പ്യുവർ സബ്സ്റ്റൻസും. മിക്സ്ചറും പ്യുവർ സബ്സ്റ്റൻസും. മിക്സ്ചർ രണ്ട് ടൈപ്പ്, ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ബേസ്ഡ് ഓൺ കെമിക്കൽ പ്രോപ്പർട്ടി മാറ്റർ ഹാഡ് ബീൻ ഡിവൈഡഡ് ഇൻ ടു മിക്സ്ചർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്. കെമിക്കൽ പ്രോപ്പർട്ടി വെച്ചാണ് മാറ്ററിനെ അങ്ങനെ തിരിച്ചിരിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ചായിരുന്നു സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആക്കിയിരുന്നത്. അതായത് നമ്മൾ മിക്സ്ചർ പറയുമ്പോൾ ഹെട്രോജീനിയസ് ആൻഡ് ഹോമോജീനിയസ് ആണ്. എന്താണ് ഹോമോജീനിയസ്? എ ഹോമോജീനിയസ് മിക്സ്ചർ ഹാസ് ദ സെയിം യൂണിഫോം അപ്പിയറൻസ് ത്രൂ ഔട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ആ വെള്ളത്തിനകത്ത് നിങ്ങൾക്കറിയാം ധാരാളം മിനറൽസ്, അങ്ങനെ ഗ്യാസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒറ്റ ഒരു കോമ്പസിഷനായിട്ടായിരിക്കുന്നത്. അതിൻ്റെ യൂണിഫോം കോമ്പസിഷനാണ്. നമുക്ക് അതിനകത്ത് മിനറൽസ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അതിന് ഗ്യാസ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഗ്യാസ് ഏതാണെന്ന് പറയാൻ സാധിക്കത്തില്ല, അല്ലേ? അതെല്ലാം നമ്മൾ ഇതാണ്, ഒറ്റ അടിക്കാണ് നമ്മളത് കാണുന്നത്, സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ള മിക്സറിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. മെനി ഹോമോജീനിയസ് മിക്സ്ചർ ആർ കോമൺലി റെഫർഡ് ടു ആസ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ലയിച്ചാൽ അതെന്താണ്, അതിന് സെയിം കോമ്പസിഷൻ ആയി മാറുന്നു. എന്നിട്ട് അതങ്ങനെയുള്ളതാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ മിക്സർ ഏതാന്ന് ചോദിച്ചാൽ വാട്ട് ഇസ് ഇറ്റ്, നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇറ്റ്സ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അടുത്താണ് ഹെട്രോജീനിയസ്. ഹെട്രോജീനിയസ് മിക്സ്ചർ കൺസിസ്റ്റ് ഓഫ് വിസിബിളി ഡിഫറെന്റ് സബ്സ്റ്റൻസ് ഓർ ഫേസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ എണ്ണയുടെ ആ വിസിബിലിറ്റിയും വെള്ളവും എണ്ണയും തമ്മിൽ പൊങ്ങിക്കിടക്കുന്ന അതിൻ്റെ ആ ഫേസ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു, അല്ലേ? എണ്ണ പൊങ്ങിക്കിടക്കുന്ന പോലെ ഒരവസ്ഥ. അന്നേരം അതന്നെയാണ് ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ. എ ഹെട്രോജീനിയസ് മിക്സ്ചർ കൺസിസ്റ്റ് ഓഫ് വിസിബിളി ഡിഫറെന്റ് സബ്സ്റ്റൻസ് ഓർ ഫേസസ്. അതുപോലെ തന്നെയാണ് ഈ മഡി വാട്ടർ, ചെളിവെള്ളവും നമുക്കറിയാം. അതിന്റെ ചെളിയും വെള്ളവും തമ്മിൽ ഒരു വ്യത്യാസം കാണാം നമുക്ക്. The three phase or states of matter or gas, liquid and solid. ഇവിടെ heterogeneous എന്ന് പറഞ്ഞാൽ visibly different substance or phases. ഇതൊരു മിക്സറാണ്. ആ മിക്സർ ഏതാണ് നമുക്ക് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് ഹെട്രോജീനിയസ് മിക്സർ ആണ്. ഏതാണ് ഹെട്രോജീനിയസ്? ഡിഫറെന്റ് കോമ്പോസിഷനിൽ കിടക്കുന്ന മിക്സർ. മിക്സർ ആൻഡ് ടൈപ്സ്. മിക്സർ നമുക്ക് ആ മിക്സറിനെ അതിന്റെ ഡിഫറെന്റ് കോമ്പോസിഷൻസ് ആയിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നു. A heterogeneous mixture is simple any mixture that is not uniform in composition. That is not uniform in composition. എന്നാൽ homogeneous mixture is a solid, liquid or gaseous mixture that has the same proportion of components throughout a given sample. Water is an example. For example, homogeneous in water, അതായത് നമുക്കറിയാം മഴവെള്ളവും ടാപ്പ് വെള്ളവും ഒക്കെ എന്താണ് homogeneous mixture എക്സാമ്പിൾ ആണ്. Homogeneous mixture ne patti parayanengil, it is a mixture in which the components are uniformly distributed throughout its volume and cannot be seen separately. Example, chaya.
നല്ലൊരു ചായ നമുക്കറിയാം, ചായക്ക് നല്ല സെയിം കോമ്പോസിഷൻ തന്നെയാണ് അല്ലേ. അതുപോലെ ഫ്രഷ് ജ്യൂസ്, പിന്നെ മിൽക്ക്, പാല്, അതെല്ലാം എന്താണ് ഹോമോജീനിയസ് മിക്സറിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ബ്ലഡ്, മെഡിസിൻ അങ്ങനെയുള്ളതെല്ലാം. ഹെട്രോജീനിയസ് മിക്സറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഓയിൽ ഇൻ വാട്ടർ. അത് ഓർത്തിരിക്കുക, ഓയിൽ ഇൻ വാട്ടർ, മണ്ണ്, അങ്ങനെയുള്ള പലതും ഹെട്രോജീനിയസ് മിക്സറിന് എക്സാമ്പിൾ ആണ്. അന്നേരം മാറ്ററിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, മിക്സറും പ്യുവർ സബ്സ്റ്റൻസും. മിക്സറിനകത്ത് ഉള്ളതാണ്, മിക്സർ എന്ന് പറയുമ്പോൾ വേരിയബിൾ കോമ്പോസിഷൻസ് ആണ്. അത് വേരിയബിൾ കോമ്പോസിഷനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഹെട്രോജീനിയസ് മിക്സറും ഹോമോജീനിയസ് മിക്സറും. അന്നേരം ഫിസിക്കൽ സബ്സ്റ്റൻസിലൂടെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സിനകത്തോടെ മിക്സേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഉള്ളതാണ് പ്യുവർ സബ്സ്റ്റൻസ്. മാറ്ററിനകത്തെ രണ്ടാമത്തെ ടൈപ്പാണ് പ്യുവർ സബ്സ്റ്റൻസ്, കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. പ്യുവർ സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഇലമെന്റ്സും കോമ്പൗണ്ട്സും. ഇലമെന്റ്സും കോമ്പൗണ്ട്സും. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? നമുക്കൊന്ന് ഡെഫിനിഷൻ പഠിക്കാം. Pure substance are substance that are made up of only one kind of particle and has a fixed or constant structure. Pure substance are further classified as elements and compounds. Elements and compounds. Element എന്ന് പറഞ്ഞാൽ is a substance that consists of only one type of kind of atom. Compounds എന്ന് പറഞ്ഞാൽ എന്താണ്? Pure substance when two or more elements are combined chemically in a fixed ratio. അതാണ് കോമ്പൗണ്ട്സ്, ഇലമെന്റും കോമ്പൗണ്ട്സും. പ്യുവർ സബ്സ്റ്റൻസ് ഇസ് എനി സബ്സ്റ്റൻസ് ദാറ്റ് ആർ ഫോംഡ് ഫോർ ഓൺലി വൺ ടൈപ്പ് ഓഫ് മാറ്റർ. എക്സാമ്പിൾ പറയാണ്, വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ഒരു സെയിം കോമ്പോസിഷനിനകത്ത്, ഒരു ഫിക്സഡ് കോമ്പോസിഷനകത്ത് ഫോം ചെയ്തതാണ് വാട്ടർ. അതുപോലെ അയൺ, കോഡ്സ്, അതായത് ക്രിസ്റ്റലാണ്, ഗോൾഡ്, ഇതെല്ലാം പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ്, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കോപ്പർ, സോഡിയം, ഇതെല്ലാം ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. ഈ ഹൈഡ്രജന്റെ 2 ആറ്റം കൂടി ചേർന്നാൽ ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നു. അതുപോലെ ഓക്സിജന്റെ 2 ആറ്റം കൂടി ചേർന്നാൽ ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്നു. ഇവിടെ എല്ലാം ആറ്റംസ്, എലമെന്റ്സ് ആണ് നമ്മൾ കാണുന്ന എലമെന്റ്സ്. എന്താണ് പ്യുവർ സബ്സ്റ്റൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? പ്യുവർ സബ്സ്റ്റൻസ് ആർ മോസ്റ്റ്ലി ഹോമോജീനിയസ് ഇൻ നേച്ചർ, containing only one type of atoms or molecules. These substances mainly have a constant or uniform composition. Uniform composition ആണ്. The substance have fixed boiling and melting point. A pure substance usually participate in chemical reaction to form predictable products. ഈ examples of pure substance പറയുകയാണെങ്കിൽ ഗോൾഡ്, കോപ്പർ, ക്ലോറിൻ, ഡയമണ്ട്, ഇതെല്ലാം എന്താണ് പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ കോമ്പൗണ്ട്സ്, പ്യുവർ കോമ്പൗണ്ട്സ് എക്സാമ്പിൾ ആണ് വാട്ടർ, സോൾട്ട്, ക്രിസ്റ്റൽ, ബേക്കിംഗ് സോഡ, ഇതെല്ലാം എന്താണ് കോമ്പൗണ്ട്സിനും എക്സാമ്പിൾ ആണ്. നമുക്ക് പറയാം കോമ്പൗണ്ട്സ് എന്നാൽ എന്ത്? ദ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട് ഇൻ എ ഫിക്സഡ് ആൻഡ് ഡെഫിനിറ്റ് റേഷ്യോ. ഇപ്പൊ നൈട്രജൻ ഓക്സൈഡ്, നൈട്രജനും ഓക്സിജനും കൂടെ കൂടി ചേർന്ന് നൈട്രജൻ ഓക്സൈഡ് ഉണ്ടായി, അതൊരു കോമ്പൗണ്ടാണ്. The atoms of different elements are present in a compound in a fixed and definite ratio. നൈട്രജൻ ഓക്സൈഡിനകത്ത് ഒരു നൈട്രജനും ഒരു ഓക്സിജനും കൂടെ കൂടി ചേർന്ന ഒരു ഫിക്സഡ് റേഷ്യോയിലാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ H2O-ക്കകത്ത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ കൂടി ചേർന്ന ഒരു ഫിക്സഡ് റേഷ്യോ. NO2 നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഇതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്ന എലമെന്റ്സിന്റെ എണ്ണം ഒരു ഫിക്സഡ് ആണ്. അങ്ങനെയുള്ളതിനാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ മിക്സ്ചറും കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയുകയാണെങ്കിൽ പറയാം. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇംപ്യുവർ മാറ്റർ ആണ്, കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ മാറ്റർ, പ്യുവർ. മിക്സ്ചറിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് കമ്പൈൻ ഇൻ എനി റേഷ്യോ ടു ഫോം മിക്സ്ചർ, ഏത് റേഷ്യോയിൽ വേണേലും ആകാം. എന്നാൽ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻസ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ ടു ഫോം കോമ്പൗണ്ട്. അതായത് H2O-ക്കകത്ത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും തന്നെ വേണം. അതാണ് കോമ്പൗണ്ടിനകത്ത് ഫിക്സഡ് റേഷ്യോയ്ക്കകത്താണ് ആറ്റംസ് അല്ലെങ്കിൽ എലിമെന്റ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. മിക്സ്ചറിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് റീറ്റെയിൻ ദർ പ്രോപ്പർട്ടി. അതായത് മിക്സ്ചറിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ് വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ അയണിന്റെയും ഗോൾഡിന്റെയും ഒരു മിശ്രിതമാണ്, അയണിന്റെയും സൾഫറിന്റെയും ഒരു മിശ്രിതമാണെങ്കിൽ ഒരു ഫിസിക്കൽ മെത്തേഡ് വെച്ച് അയൺ പാർട്ടിക്കിൾസിനെയും സൾഫർ പാർട്ടിക്കിൾസിനെയും നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ കോമ്പൗണ്ട് എന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ
Compound constituents do not retain their property because a new substance has formed. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ കൂടിച്ചേർന്ന് H2O ഉണ്ടായപ്പോൾ അത് വേറൊരു കോമ്പൗണ്ടായി മാറി. അന്നേരം ആ ഹൈഡ്രജന്റെ ആ ഗുണം അവിടെ നിലനിർത്തുന്നില്ല. പിന്നെ എന്താണ്, ഹൈഡ്രജൻ എന്തായി മാറി? ഹൈഡ്രജനും ഓക്സിജനും കൂടെ കൂടിച്ചേർന്ന് H2O എന്ന പുതിയ കോമ്പൗണ്ടിന്റെ ഗുണഗണങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അന്നേരം അവിടെ പറയാണ് കോൺസ്റ്റുവൻസ് ഡു നോട്ട് റീറ്റെയിൻ ദെയർ പ്രോപ്പർട്ടീസ് ബിക്കോസ് എ ന്യൂ സബ്സ്റ്റൻസ് ഹാസ് ഫോംഡ്. H2O എന്നുള്ള ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഉണ്ടായി കഴിഞ്ഞു. ഇനി മിക്സറിനകത്ത് കോൺസ്റ്റുവൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ പ്രോസസ്. എന്നാൽ കോമ്പൗണ്ട്സിനകത്ത് കോൺസ്റ്റുവൻസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ പ്രോസസ്. കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ പ്രോസസ്. കോമ്പൗണ്ടിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയാണ്. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. അതിനകത്ത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ അറ്റൻഷൻ. ഹാവ് എ നൈസ് ഡേ.